വെച്ചിട്ടും സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു ഉപകാരമില്ല. അതിനെ കൂടാത്ത അരിക്ക് കൂടല്ലേ, വാടക കൂടല്ലേ, ഒരു എന്തിനു എന്ത് പോവാണെങ്കിലും എന്ത് സംഗതിക്കാണ് രാഷ്ട്രീയക്കാരെ സാധാരണക്കാരന് എന്താ ഇവിടെ നാട്ടുകാർക്ക് ചെയ്തെന്നിട്ടുണ്ട്. ഇലക്ഷൻ വരും പോവും. നമ്മളെ കാര്യമായിട്ടുള്ള പ്രശ്നം ഈ മാർക്കറ്റിനെ എങ്ങനെയെങ്കിലും നവീകരിക്കാൻ പറ്റുമോ? ഒരു മഴ പെയ്തോളെ ഈ ചാല ഒന്നായിട്ട് ഫുള്ള് വെച്ചാണ്ട് ഇതിനുള്ള വരാം. 15 വർഷം ചുരുങ്ങിയതായി ഈ ഭാഗത്തേക്ക് ലീഗിന്റെ ആൾക്കാർ വന്നിട്ടില്ല. എത്ര കൊല്ലം മുനിസിപ്പാലിറ്റി ലീഗ് ആയിരിക്കണം. ഇത്രയും വൃത്തിഹീനമായ സ്ഥലത്താണ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതിനുള്ളിൽ മനസ്സിൽ നിൽക്കാൻ പറ്റില്ല. ഫുള്ള് വെള്ളയിക്കാരം മാർക്കറ്റിനുള്ള ഫുള്ള് വെള്ളയിക്കാരം. ഈ ഓത്തിപ്പുൾ ശരിയാക്കിയിട്ടില്ല. ഇവിടെ ആര് വന്നിട്ട് ഇപ്പോൾ ഒരു വരാ വോട്ടിന്റെ ടൈമിൽ മീൻ പിടിച്ചാൽ ഫോട്ടോ എടുക്കാൻ ഓല് പോവാ. പിന്നെ ഇവിടെ ജയിച്ചാൽ ഇനി CPM ആയിക്കോട്ടെ ലീഗ് ആയിക്കോട്ടെ ആരായാലും ഇവിടെ ഞങ്ങൾക്ക് ഓലെ കൊണ്ട് യാതൊരു ഉപകാരമില്ല. ആരും ജയിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ജനങ്ങളൊന്നും മീൻ വാങ്ങിയ കാര്യമില്ല. അതൊന്നും കാര്യം ഒരു കാര്യമില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയും കൊണ്ടും ഇവിടെ ലീഗ് ചെന്നെ ഇതോടെ EMO ജയിച്ചു പോയി സാഹിബ്. ഇതാ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ പോള് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അതേപോലെ മാറ്റത്തിനാണ് വോട്ട്. ഫസ്റ്റ് ജയിച്ചൊക്കെ എന്താ വരും നോക്കാം നമുക്ക്. അതിനാണ് CPM ജയിക്കുന്ന പറഞ്ഞു. ഇത്രയും കാലം EMO ജയിച്ചില്ലേ? ഇവിടെ വന്നിട്ടുണ്ടോ? മലപ്പുറത്താരും കണ്ടിട്ടുണ്ടോ മൂപ്പരെ? ഇല്ലല്ലോ. അതാ പറഞ്ഞു മാറ്റത്തിനാ വോട്ട്. ലീഗ് ജയിക്കും. വേറെ വർത്താനമില്ല. അത് ഞങ്ങളിവിടെ അർമാദിക്കനെ ജയിക്കും. അപ്പുറത്ത് കുഞ്ഞാകുട്ടി CPM ജയിക്കും. ഒരംശം വേണ്ട. നമ്മൾ CPM ആൾക്കാർ മാത്രമല്ല CPM നല്ലൊരു പാർട്ടിയും കൂടിയാണ്. പാവങ്ങളുടെ പാർട്ടി. ഫൈസൽ ജയിക്കാന്ന് പറഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടിയായിട്ട് ജയിക്കാന്ന് പറഞ്ഞാൽ അത് പ്രയാസകരമാണ്. UDF അല്ല വേറെ ആരെ വരാൻ പടാ. UDF അല്ല വേറെ ആരെ വരാന്. ജയ UDF ആണ് ഈ കാരണം. പക്ഷേ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം ഭൂരിപക്ഷം കുറെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരാൻ ചാൻസ് ഉണ്ട്. കാരണം BJP അടിച്ചു കയറുന്ന ടൈമാണ് ഇപ്പോൾ. അപ്പോൾ കുറച്ചൊക്കെ ഒരു വോട്ട് എത്രത്തോളം വോട്ട് അവർക്ക് കിട്ടുന്നത് അത്രത്തോളം അവർ ഓരോ പെട്ടിലാക്കാൻ നോക്കും. കുഞ്ഞാലിക്കുട്ടി ജയിക്കും. ഒരു 1.5 ലക്ഷം ഭൂരിപക്ഷത്തിന് ജയിക്കുന്ന ഉള്ളതാണ് പറയാം. എന്തായാലും UDF ജയിക്കും. പക്ഷേ 1.5 ലക്ഷത്തിന് മേലെ ഭൂരിപക്ഷം പോകില്ല. ജയിക്കലിപ്പോൾ ഞാൻ പറയുന്നത് 1 ലക്ഷം കഞ്ചാവ് പറയാൻ പറ്റില്ല.